തൊട്ടാൽവാടിയായ രാജ്ഞി. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തിനെ തോളിലേറ്റി യാത്രയായപ്പോൾ വേതാളം ഒരു കഥ പറയാൻ ആരംഭിച്ചു. ഒരു രാജാവിന് 3 സുന്ദരിമാരായ രാജ്ഞികൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാജാവും ആദ്യ രാജ്ഞിയും കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. മനോഹരമായ സായാഹ്നമാണ്. മന്ദമാരുതൻ വീശുന്നു. അതെ പ്രഭു. കാറ്റിൽ പറന്നു വന്ന ഒരു പുഷ്പം രാജ്ഞിയുടെ കയ്യിൽ വീണു. അയ്യോ, എന്തൊരു വേദന, സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ഉണ്ടായത്? ഈ പുഷ്പം എന്റെ കയ്യിൽ വീണു, വല്ലാതെ വേദനിക്കുന്നു. രാജ്ഞിയുടെ കൈ കണ്ട മഹാരാജാവ് ഞെട്ടിപ്പോയി. അയ്യോ, പുഷ്പം വീണ് ചുമന്നിരിക്കുന്നു. പോയി വിശ്രമിച്ചുകൊള്ളൂ രാജ്ഞി. അടുത്ത ദിവസം രാജാവ് രണ്ടാമത്തെ രാജ്ഞിയോടൊപ്പം സംസാരിച്ചിരിക്കുകയായിരുന്നു. കാറ്റിനാൽ യവനികകൾ ആടിക്കൊണ്ടിരുന്നു. അയ്യോ, എന്റെ ശരീരമാകെ പുകയുന്നു, എനിക്ക് സഹിക്കാനാവുന്നില്ല. ഈ ചന്ദ്രകിരണങ്ങളാൽ എന്റെ ശരീരമാകെ ചുട്ടുപൊള്ളുന്നു. ഇത് കേട്ട മഹാരാജാവ് യവനികകൾ മൂടി. എന്താണിത്? ശരീരത്തിലാകെ കുമിളകളാണല്ലോ. ശരി, കൊട്ടാരം വൈദ്യനെ വിളിക്കൂ. മൂന്നാം ദിവസം രാജാവ് മൂന്നാമത്തെ രാജ്ഞിയെ വിളിപ്പിച്ചു. രാജ്ഞി നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ധാന്യം പൊടിക്കുന്ന ശബ്ദം കേട്ടു. നിർത്തൂ, എനിക്ക് ഈ ശബ്ദം കേൾക്കാൻ വയ്യ. നിർത്തൂ. രാജ്ഞി പ്രജ്ഞയേറ്റു വീണു. മഹാരാജാവ് ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു. എന്ത്, റാണിയുടെ കയ്യിൽ കുമിളകളോ? ശബ്ദം കേട്ടിട്ട് രാജ്ഞിയുടെ കൈകളിൽ കുമിളകൾ വന്നിരിക്കുന്നു. വേതാളം കഥ ഇവിടെ നിർത്തി. ഉത്തരം പറയൂ, ആരാണ് ശരിയായ തൊട്ടാവാടി? മൂന്നാമത്തെ രാജ്ഞിയാണ് തൊട്ടാവാടി. ആദ്യത്തെ 2 രാജ്ഞിമാരെയും പുഷ്പം, ചന്ദ്രകിരണങ്ങൾ എന്നിവ സ്പർശിച്ചു. എന്നാൽ മൂന്നാമത്തെ രാജ്ഞിക്ക് ശബ്ദം കേട്ടപ്പോഴേ കൈകൾ ചുവന്നു. വളരെ ശരിയാണ്. പക്ഷേ അങ്ങ് മൗനം പാലിക്കാൻ പഠിക്കണം. വരട്ടെ.